ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കണ്ണൂരിൻ്റെ പിരിയാട റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല ക്രിപ്റ്റിയായിട്ട് ടേസ്റ്റിയായിട്ട് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിരിയാടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പിരിയാട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പിരിയാട് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇതിനെക്കൊണ്ടൊരു തേങ്ങാപ്പണ്ടാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ തേങ്ങാപ്പണ്ടത്തെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഏത് പോട്ടിലാണോ ഉണ്ടാക്കുന്നത് ആ പോട്ടിലേക്ക് ഈ തേങ്ങ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. തേങ്ങ നന്നായിട്ട് പഞ്ചസാരയും കൂട്ടി ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ആ കുഴക്കുന്ന സമയത്ത് മധുരമൊക്കെ ഓക്കെയാണ് നോക്കുക കേട്ടോ. പഞ്ചസാര കുറവാണെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നേരെ സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ ഈ തേങ്ങ പഞ്ചസാരയും കൂടി ഒന്ന് വിളയിച്ചെടുക്കുക കേട്ടോ. പണ്ട് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അങ്ങനെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ പഞ്ചസാരൻ്റെ എന്താ പറയുക വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് തേങ്ങയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നവരെ ഇളക്കി എടുത്തിട്ട് ഇതുപോലെ പണ്ടുണ്ടാക്കി എടുക്കുക. അടുത്തതായി നമുക്ക് 1 കപ്പ് മൈദ എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി. ഹാർഡാവാത്ത നോക്കണം, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഈ മാവ് കുഴക്കുമ്പോൾ ഹാർഡാവുന്നത് നമ്മൾ ഒന്ന് വെള്ളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൈദ ആണെങ്കിലും മാറ്റാണെങ്കിലും കുറേ ടൈം കുഴക്കാതിരിക്കുക കേട്ടോ. അതിന് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന വെള്ളമാണ് കേട്ടോ. നമ്മൾ നനച്ചെടുക്കുന്ന വെള്ളം കുറച്ച് നനച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. അതുപോലെ തന്നെ കുറേ ടൈം കുഴക്കാതിരിക്കുക കേട്ടോ. അങ്ങനെ കുഴച്ചെടുത്ത മാവ് ഞാൻ പരത്താനുള്ള ആവശ്യത്തിനുള്ള ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനൊരു ബോൾസ് എടുത്തിട്ട് നമുക്കിതുപോലെ പരത്തി കൊടുക്കുക കേട്ടോ. പരത്തുമ്പോൾ നല്ല നൈസായിട്ട് പരത്തട്ടോ. എന്നെങ്കിൽ അധികം എന്താ പറയുക നമ്മൾ ഇത് എന്താ പറയുക പിരിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്ന വിധത്തിലൊന്നും പരത്തരുത്. ഒരു എന്താ പറയുക പരമാവധി നൈസായിട്ട് പരത്തുക, അധികം കട്ടിയില്ലാത്ത പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ഒരു പരത്തലിൽ തന്നെ 5-6 സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഈ ഒരു ബോൾസ് വെച്ചിട്ട് 5-6 സ്നാക്കിനുള്ളത് മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മുറിച്ചെടുത്തത് ഒന്നെടുത്തിട്ട് ഇതുപോലെ പണ്ടം വെച്ചെടുക്കുക കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ പണ്ടം വെച്ചെടുക്കുക. പണ്ടം വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ 2 സൈഡും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. 2 സൈഡും ഈ പണ്ടം പുറത്ത് പോകാത്ത വിധത്തിൽ എല്ലായിടത്തും ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ അറ്റം വലിച്ച് പിടിച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ. പിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് വലിച്ച് മടക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഒട്ടിച്ച ഭാഗത്തുനിന്ന് ഇങ്ങനെ വലിച്ച് മടക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക ആവാത്ത പോലെ എല്ലാം ഉണ്ടാകും. നമ്മൾ ചെയ്ത് അങ്ങ് ശരിയായിക്കോളും കേട്ടോ. ഇപ്പോൾ ഏത് കാര്യമായാലും നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല. ആദ്യമായിട്ട് നമ്മളൊരു സ്നാക്കാണെങ്കിലും എന്ത് ഐറ്റംസ് ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല. പിന്നെ നമ്മൾ ചെയ്താകുമ്പോൾ നമ്മളങ്ങ് റെഡിയാകും കേട്ടോ. പിന്നെ നമ്മൾക്ക് റെഡിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് ഇത് പഠിപ്പിച്ച് തന്നവരെക്കാട്ടി കൂടുതൽ എന്താ പറയുക ഭംഗിയായിട്ട് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളെ കണ്ണൂർ എന്താ പറയുക പുതിയാപ്പളിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പലഹാരമാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പുതിയാപ്പളിൻ്റെ വീട്ടും പുതിയാപ്പിളക്കും ഇല്ലാത്ത പലഹാരം ഉണ്ടാവും ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ കല്യാണം കഴിഞ്ഞാൽ കണ്ണൂർ കല്യാണം കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഫസ്റ്റ് തന്നെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ പലഹാരങ്ങളാണ് കൊണ്ടുപോവുക. പലഹാരം എന്ന് പറഞ്ഞാൽ പഴമയുടെ ഒരു പലഹാരമാണ് കേട്ടോ. നമ്മൾ കുഴലപ്പം, കജൂറ, അതുപോലെ തന്നെ ഇതുപോലെ പിരിയട, അതുപോലെ മണ്ട, പിന്നെ അങ്ങനെയുള്ള പഴയ പലഹാരങ്ങളാണ് കൊണ്ടുപോകുക കേട്ടോ. അത് കൊണ്ടുപോകുമ്പോൾ കുറച്ചൊന്നും കൊണ്ടുപോകില്ല. അതിന് കണക്കുണ്ട് കേട്ടോ. ഇത്ര 50, 101 അങ്ങനെയുള്ള കണക്ക് വെച്ചിട്ടാണ് ഓരോ പലഹാരങ്ങൾ കൊണ്ടുപോവുക. അത് നമ്മൾ ഫസ്റ്റ് അത് കൊണ്ടുപോയിട്ട് പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ആയാലും ബേക്കറി ആയാലും എന്തായാലും കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അങ്ങനെ പണ്ട് കാലത്തെ ഉള്ളൊരു പലഹാരമാണ്. ഈ അപ്പത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പലഹാരമാണ് കേട്ടോ നമ്മൾ പിരിയാട. അപ്പോൾ ഞാൻ എല്ലാ അടയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഓരോ അട ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ പിരിയട എന്താ പറയുക ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഒരു എന്താ പറയുക 20-25 ദിവസം വരെ പുറത്ത് വെച്ച് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. നമ്മളെ ഗൾഫിലേക്കൊക്കെ ഖജൂറ ഈ പിരിയടൊക്കെയാണ് നമ്മൾ ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കാം കേട്ടോ. അവർക്ക് കുറേ നാൾ കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ് കേട്ടോ ഇത്. നമ്മളെ കണ്ണൂർ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഗൾഫിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഖജൂറ പിരിയട ഇങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ കൊടുത്തേക്കുക. എന്താണെന്ന് വിചാരിച്ചാൽ അത് കുറച്ച് ദിവസം അവർക്ക് കേടുകൂടാത്ത അവിടെ വെച്ചിട്ട് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വിദേശത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തയക്കുക. ഈ കറി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ആകെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് നമ്മൾ ആ പിരിക്കുന്ന സമയത്താണ് കേട്ടോ. അതാണ് അധികം ആൾക്കാരും ശരിയാവാതെ പോകുന്നത്. പക്ഷേ അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് ഇതുപോലെ ഒട്ടിച്ചിട്ട് ഒന്ന് വലിച്ച് മടക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാനൊന്നും അധികം ടൈമൊന്നും വേണ്ട കേട്ടോ. തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പം തന്നെ എന്താ പറയുക എണ്ണയിലേക്ക് ഇടുമ്പം തന്നെ ഇതിങ്ങനെ എണ്ണയിൽ പൊങ്ങി വരും. അപ്പോൾ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഗോൾഡൻ കളറായമ്പാട് കോരി മാറ്റാം കേട്ടോ. അതുപോലെ നമ്മളെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിരിയട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. നല്ല ക്രിസ്പിയാണ് കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല തേങ്ങയുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പണ്ടാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആമ്പള കട്ടൻ്റെ കൂടെയും എല്ലാത്തും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.